എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്നാണ് ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് റിക്രൂട്ട്മെന്റ് 2026. തമിഴ്നാട്ടിലെ വെല്ലിംഗ്ടണിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് അഥവാ DSSE പുറത്തിറക്കിയിരിക്കുന്ന പുതിയ വിജ്ഞാപനമാണിപ്പോൾ രാജ്യത്താകെ വലിയ ചർച്ചയാകുന്നത്. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇത് കേന്ദ്ര സർക്കാർ ജോലിയാണ്. അതിനാൽ ശമ്പളവും ജോലി സ്ഥിരതയും അലവൻസുകളും പെൻഷൻ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ മികച്ച ഭാവി ഉറപ്പുള്ള ഒരു റിക്രൂട്ട്മെന്റായി ഇത് മാറുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ DSSE റിക്രൂട്ട്മെന്റ് 2026 സംബന്ധിച്ച് A to Z എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം. ഏത് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്, എത്ര ഒഴിവുകളാണുള്ളത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, പ്രായപരിധി എത്രയാണ്, ശമ്പളം എത്ര ലഭിക്കും, പരീക്ഷ എങ്ങനെയായിരിക്കും, അപേക്ഷ എങ്ങനെ അയക്കണം, കേരളത്തിൽ നിന്നുള്ളവർക്ക് അവസരം എങ്ങനെയാണ്, സെലക്ഷൻ പ്രോസസ് എന്താണ്, അവസാന തീയതി എപ്പോൾ എന്നിങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്ക് അവർക്ക് ഉപകാരപ്പെടും. ആദ്യം DSSE എന്താണെന്ന് മനസ്സിലാക്കാം. ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് എന്നത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സൈനിക പരിശീലന സ്ഥാപനമാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ വെല്ലിംഗ്ടണിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സസ് ഓഫീസർമാർക്ക് ഉയർന്ന തല പരിശീലനം നൽകുന്ന പ്രധാന സ്ഥാപനങ്ങളിലൊന്നാണിത്. ഇവിടെ വിവിധ സിവിലിയൻ സ്റ്റാഫ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റിലാകെ 78 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് C സിവിലിയൻ പോസ്റ്റ് ഭാഗത്തിലാണ് നിയമനം നടക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 10ാം ക്ലാസ് പാസ്സായവർക്കും +2 കഴിഞ്ഞവർക്കും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സ് പഠിച്ചവർക്കും അവസരം ലഭിക്കുന്നതാണ്. അതിനാൽ കേരളത്തിൽ നിന്ന് നിരവധി പേർക്ക് ഇത് മികച്ച അവസരമാകുന്നു. ഇപ്പോൾ പോസ്റ്റുകൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ LDC ആണ്. ആകെ 9 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. +2 പാസ്സായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്കിൽസ് നിർബന്ധമാണ്. ഇംഗ്ലീഷ് മിനിറ്റിൽ 35 വാക്കോ ഹിന്ദിയിൽ 30 വാക്കോ ടൈപ്പ് ചെയ്യാൻ കഴിയണം. പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയാണ്. ലെവൽ 2 പേ മെട്രിക്സ് പ്രകാരം 19,900 മുതൽ 63,200 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ DAHR, മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്നിവ ഇതിന് പുറമെ ലഭിക്കും. അടുത്ത പോസ്റ്റ് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ പോസ്റ്റ് ആണ്. 13 ഒഴിവുകളാണ് ഉള്ളത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 യോഗ്യത മതി. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. കൂടാതെ 2 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം വേണം. പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയാണ്. ശമ്പളം 19,900 മുതൽ 63,200 വരെ ലഭിക്കും. ഡ്രൈവർ ജോലികൾ അന്വേഷിക്കുന്ന കേരളത്തിലെ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വലിയ അവസരമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന പോസ്റ്റാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അഥവാ MTS. ഈ റിക്രൂട്ട്മെന്റിലെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഈ പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഏകദേശം 38 മുതൽ 39 വരെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായാൽ അപേക്ഷിക്കാം. പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെയാണ്. ശമ്പളം 18,000 മുതൽ 56,900 വരെയാണ്. കേന്ദ്ര സർക്കാർ ജോലികളിൽ ഏറ്റവും കൂടുതൽ പേർ ലക്ഷ്യമിടുന്ന പോസ്റ്റുകളിൽ ഒന്നാണ് MTS. കാരണം പഠനയോഗ്യത കുറവായിട്ടും സ്ഥിരം കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കാനുള്ള അവസരമാണിത്. അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 പോസ്റ്റ് ആണ്. 5 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. +2 പാസ്സായിരിക്കണം. സ്റ്റെനോഗ്രാഫി സ്കിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. ലെവൽ 4 പേ സ്കെയിൽ പ്രകാരം 25,500 രൂപ മുതൽ 81,100 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ടൈപ്പിംഗ്, ഷോർട്ട് ഹാൻഡ് മേഖലയിൽ പരിശീലനം നേടിയവർക്ക് മികച്ച അവസരമാണിത്. ഇപ്പോൾ IT മേഖലയിൽ പഠിച്ചവർക്കായി വന്നിരിക്കുന്ന പോസ്റ്റുകൾ കാണാം. സൂപ്പർവൈസർ നെറ്റ്വർക്കിംഗ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നീ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇവയ്ക്ക് ഡിപ്ലോമ, ITI, ഡിഗ്രി പോലുള്ള ടെക്നിക്കൽ യോഗ്യതകൾ ആവശ്യമാണ്. ഇതിൽ ശമ്പളം വരുന്നത് 29,200 മുതൽ 92,300 രൂപ വരെയാണ്. കേരളത്തിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഹാർഡ്വെയർ, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകൾ പഠിച്ചവർക്കായി വളരെ മികച്ച കേന്ദ്ര സർക്കാർ ജോലി അവസരമാണിത്. അടുത്തത് ലൈൻമാൻ, ബോട്ട് ബിൽഡർ, ടെക്നിക്കൽ അറ്റൻഡന്റ് തുടങ്ങിയ ടെക്നിക്കൽ പോസ്റ്റുകളും വന്നിട്ടുണ്ട്. ഓരോ പോസ്റ്റിനും വ്യത്യസ്ത യോഗ്യതകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് യോഗ്യത വിജ്ഞാപനം മുഴുവൻ വായിച്ചിരിക്കണം. ഇപ്പോൾ അപേക്ഷ ഫീസ് ഉണ്ടോ എന്ന കാര്യം പലരും ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷ ഫീസ് ഇല്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഫീസ് ആയിരിക്കും. ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ വ്യക്തമായ വിവരങ്ങൾ പരിശോധിക്കണം.
അടുത്ത പ്രധാന കാര്യം സെലക്ഷൻ പ്രോസസ്സാണ്. എഴുത്ത് പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നിവ അടങ്ങിയ രീതിയിലാണ് സെലക്ഷൻ നടക്കാൻ സാധ്യത. MTS പോലുള്ള പോസ്റ്റുകൾക്ക് സാധാരണ ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ വിഷയങ്ങളിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. LDC പോസ്റ്റിന് ടൈപ്പിംഗ് ടെസ്റ്റ് നിർബന്ധമായിരിക്കും. ഡ്രൈവർ പോസ്റ്റിന് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകും. കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് ഏറ്റവും വലിയ നേട്ടം എന്നാൽ ഇത് ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണെന്നതാണ്. അതായത് കേരളത്തിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരീക്ഷയും സെലക്ഷനും ദേശീയ തലത്തിലാണ് നടക്കുക. തമിഴ്നാട്ടിലാണ് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും കേന്ദ്ര സർക്കാർ ജോലി എന്ന നിലയിൽ ഭാവിയിൽ മികച്ച എക്സ്പീരിയൻസും ആനുകൂല്യങ്ങളും ലഭിക്കും. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഇത് ഓൺലൈൻ അപേക്ഷയാണോ എന്നതാണ്. ഈ റിക്രൂട്ട്മെന്റ് ഓഫ്ലൈൻ മോഡിലാണ് നടക്കുന്നത്. അതായത് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നിശ്ചിത വിലാസത്തിലേക്ക് അയക്കണം. അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷ എത്തിച്ചിരിക്കണം. എംപ്ലോയ്മെന്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം 21 ദിവസത്തിനുള്ളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. റിപ്പോർട്ടുകൾ പ്രകാരം അവസാന തീയതി വരാൻ സാധ്യതയുള്ളത് 2026 ജൂൺ 12 തീയതിയാണ്. അപേക്ഷ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഫോട്ടോപ്പ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ആവശ്യമായ പോസ്റ്റുകൾക്ക് നിർബന്ധമായി ചേർക്കണം. അപേക്ഷ പൂർണ്ണമായി പൂരിപ്പിച്ചിരിക്കണം. ചെറിയ പിഴവുകൾ പോലും അപേക്ഷ തള്ളപ്പെടാൻ കാരണമാകും. ഇപ്പോൾ ശമ്പളത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാം. കേന്ദ്ര സർക്കാർ ജോലികളിൽ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ ബെനിഫിറ്റ്സ്, ലീവ് ബെനിഫിറ്റ്സ് എന്നിവ ലഭിക്കും. അതിനാൽ 18,000 അടിസ്ഥാന ശമ്പളം ലഭിക്കുന്ന പോസ്റ്റുകൾക്ക് പോലും കൈവശം ലഭിക്കുന്ന ശമ്പളം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ DSSC പോലുള്ള റിക്രൂട്ട്മെന്റുകൾക്ക് വലിയ മത്സരമാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്നുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ SSC, റെയിൽവേ, ഡിഫൻസ്, സിവിലിയൻ ജോബ്സ് എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അത്തരക്കാർക്ക് ഇപ്പോൾ DSSC റിക്രൂട്ട്മെന്റ് ഒരു വലിയ അവസരമാണ്. പ്രത്യേകിച്ച് MTS, LDC, ഡ്രൈവർ പോലുള്ള പോസ്റ്റുകൾക്ക് 10ാം ക്ലാസ് +2 യോഗ്യത മതി എന്നത് വലിയ ആശ്വാസമാണ്. ഈ റിക്രൂട്ട്മെന്റിനായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു അവസരമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് അപ്ഡേറ്റ് ആണ് അത് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.